പലപ്പോഴും നമ്മൾ ഷോറൂമുകളിൽ നിന്നൊക്കെ പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതേപടി ഇടാറില്ലേ? എന്നാൽ ഇങ്ങനെ വാങ്ങുന്ന വസ്ത്രങ്ങൾ ഒരു തവണ കഴുകിയതിന് ശേഷമേ ഇടാവുള്ളൂ എന്ന് ആ വസ്ത്രങ്ങൾക്ക് ഇതുവരെ എഴുതി വെച്ചിട്ടില്ലേ? നമ്മൾ ആരെങ്കിലും അത് പാലിക്കാറുണ്ടോ? നമ്മളെല്ലാവരും ഇത് ഇടാറുണ്ട്. മാത്രമല്ല, ഷോറൂമുകളിൽ നിന്നും ഇതിൻ്റെ സൈസും അതിൻ്റെ കളേഴ്സ് എല്ലാം സ്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നതിന് ഡ്രസ്സിംഗ് റൂമിൽ പോയി നമ്മളത് ഇട്ട് നോക്കുകയും ചെയ്യാറില്ലേ? എന്നാൽ നിങ്ങൾ വാങ്ങുന്ന വസ്ത്രങ്ങൾ ഒരു തവണയെങ്കിലും കഴുകിയതിന് ശേഷം മാത്രമേ ഇടാവുള്ളൂ എന്ന് പറയുന്നതിൻ്റെ കാരണം എന്തെന്നറിയാമോ? പ്രധാനമായിട്ടും ഈ വസ്ത്ര നിർമ്മാണശാലകളിൽ നിന്നും ഇത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് കീടാണുക്കൾ ബാധിക്കാതിരിക്കുന്നതിനും ഇതിന് മറ്റു അണുക്കൾ ബന്ധം ബാധിക്കാതിരിക്കുന്നതിനും വേണ്ടി ഫോർമാൽഡിഹൈഡ് പോലുള്ള രാസവസ്തുക്കൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. മാത്രമല്ല, പലതരത്തിലുള്ള റെസിൻസ് അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഇതിനകത്ത് നിറത്തിന് വേണ്ടി ചേർക്കുന്ന ഡൈകളെല്ലാം തന്നെ ഈ നിങ്ങൾ വാങ്ങുന്ന ഉടുപ്പുകൾക്കകത്തുണ്ടാവും. നിങ്ങളിത് അണിയുന്ന സമയത്ത്, പ്രത്യേകിച്ച് കഴുകുന്ന സമയത്ത് ഇവയുടെ തീവ്രത കുറയുകയും അണിയുന്നുണ്ട്, വലിയ പ്രോബ്ലം ഇല്ല. എന്നാൽ വാങ്ങുന്ന വസ്ത്രങ്ങൾ അതേപടി അണിഞ്ഞു കഴിഞ്ഞാൽ ഇവ നിങ്ങൾക്ക് അലർജി ടെൻഡൻസി ഉണ്ടാക്കാം. ഒന്ന്, സ്കിന്നിന് ചൊറിച്ചിലുണ്ടാക്കാം. അതേപോലെ സ്കിന്നിന്റെ പലഭാഗത്തുമുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കംപ്ലയിൻസ് കൂടുന്നതിന് കാരണമാകും. ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് വല്ലാണ്ട് ചൊറിച്ചിൽ വരുന്നതിന് കാരണമാകും. മാത്രമല്ല, ഇതിനകത്തുള്ള രാസവസ്തുക്കൾ തുമ്മൽ, ജലദോഷം പോലുള്ള അലർജി ടെൻഡൻസി ഉണ്ടാക്കുന്നതിന് കാരണമാകാറുണ്ട്. ഇതുമാത്രമല്ല അടങ്ങിയിട്ടുള്ള അപകടം. പലപ്പോഴും ഡ്രസ്സിംഗ് റൂമുകളിൽ നിങ്ങൾ പുതിയ വസ്ത്രങ്ങളൊന്ന് ട്രൈ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നിങ്ങൾ ഇത് അണിയുന്നതിന് മുമ്പ് ഒന്നോ രണ്ടോ പേരും ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കാം. വസ്ത്രങ്ങളിലൂടെ പകരുന്ന ചിലയിനം രോഗാണുക്കളുണ്ട്. പ്രത്യേകിച്ച് സ്കാബിസ് പോലുള്ള ചിലയിനം രോഗാണുക്കൾ ഒരാളുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അത് മറ്റൊരാളുടെ ശരീരത്തിലേക്ക് കയറുന്നത് വസ്ത്രങ്ങളിലൂടെ പകരാം. ഇങ്ങനെ പകരുന്നതിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അസഹ്യമായ ചൊറിച്ചിലും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടു തുടങ്ങാം. പലപ്പോഴും സ്കാബിസ് പോലുള്ള രോഗങ്ങൾ ഇത്തരത്തിൽ വസ്ത്രങ്ങൾ മാറി ട്രൈ ചെയ്യുന്നത് കൊണ്ട് സംഭവിക്കാറുണ്ട്. പലർക്കും അസഹ്യമായ ചൊറിച്ചിൽ വരുന്നതിന് താൻ വാങ്ങിയ പുതിയ വസ്ത്രങ്ങളാണ് കാരണമെന്നോ വിട്ടുമാറാത്ത തുമ്മലിന് നമ്മൾ വാങ്ങി പതിവായിട്ട് പുതിയ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ് കാരണമെന്നോ ചിന്തിക്കാറില്ല. അതുകൊണ്ട് തന്നെ പുതിയ വസ്ത്രങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നവരുടെ അറിവിലേക്കായിട്ട് ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യുക.